फ्रेंड्स നമ്മൾ ഇന്ന് നിബന്ധമാണ് നോക്കാൻ പോകുന്നത് JLTക്ക് വേണ്ടി हिंदी निबंध का उद्भव और विकास हिंदी निबंध विधा का उदय भारतेंदु युग में हुआ। डॉक्टर शिवदान सिंह चौहान ने भारतेंदु को हिंदी का प्रथम निबंधकार माना है। डॉक्टर श्री कृष्णलाल ने बालकृष्ण भट्ट को हिंदी का प्रथम निबंधकार माना है। അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കും, ആരാണ് ഭാരതേന്ദുവിനെ ഹിന്ദി का प्रथम निबंधकार എന്ന് വിളിച്ചത്? ഡോക്ടർ ശിവദാൻ സിംഗ് ചൗഹാനാണ്. ബാലകൃഷ്ണ ഭട്ടിനെ ആരാണ് ഹിന്ദി का प्रथम निबंधकार എന്ന് വിളിച്ചത്? डॉक्टर श्री कृष्णलाലാണ്. भारतेंदु युग के सर्वोत्कृष्ट निबंधकार बालकृष्ण भट्ट है। उन्होंने लगभग 1000 निबंधों का रचना की। അദ്ദേഹം എത്ര നിബന്ധങ്ങൾ എഴുതിയെന്നാണ് പറയുന്നത്? 1000ഓളം നിബന്ധങ്ങൾ ബാലകൃഷ്ണ ഭട്ട് എഴുതിയിട്ടുണ്ട്. ഇൻകെ പ്രമുഖ നിബന്ധ ഭട്ട് നിബന്ധമാല. ഭട്ട് നിബന്ധമാലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ നിബന്ധങ്ങളെല്ലാം സംഗ്രഹിച്ചിരിക്കുന്നത്. സംഗ്രഹീത് ഹൈ ദോ ഭാഗോമേ, ഇത് 2 ഭാഗങ്ങളുണ്ട്. बालकृष्ण भट्ट का प्रथम निबंध कलिराज की सभा है जो कविवचन सुधा में प्रकाशित हुआ है। ബാലകൃഷ്ണ ഭട്ടിൻ്റെ ഫസ്റ്റ് നിബന്ധം ഏതാണ്? കലിരാജ് കി സഭയാണ്. അത് ഏതിലാണ് വന്നിട്ടുള്ളത്? കവിവചൻ സുധയിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. भारतेंदु का स्वर्ग की विचार सभा और राधाचरण गोस्वामी का यमलोक की यात्रा इस युग के प्रसिद्ध निबंध है. പിന്നെ ഭാരതേന്ദുവിൻ്റെ സ്വർഗ് കി വിചാർ സഭയും രാധാചരൺ ഗോസ്വാമിയുടെ യമലോക് കി യാത്രയും പ്രധാനപ്പെട്ട നിബന്ധങ്ങളാണ് ഈ ഭാരതേന്ദു യുഗിൽ. आचार्य रामचंद्र शुक्ल ने हिंदी के प्रारंभिक निबंधों को गद्य प्रबंध कहा. രാമചന്ദ്ര ശുക്ല എന്തെന്നാണ് വിളിച്ചത്? ആദ്യകാല നിബന്ധങ്ങളെ, പ്രാരംഭിക നിബന്ധങ്ങളെ ഗദ്യ പ്രബന്ധം എന്നാണ് വിളിച്ചത്. प्रताप नारायण मिश्र को आत्मव्यंजक तथा बालकृष्ण भट्ट को वस्तुव्यंजक निबंधकार माना जाता है. പ്രതാപ് നാരായൺ മിശ്രനെ ആത്മവ്യഞ്ജക് നിബന്ധകാർ എന്നും ബാലകൃഷ്ണ ഭട്ടിനെ വസ്തുവ്യഞ്ജക് നിബന്ധകാർ എന്നുമാണ് അറിയപ്പെടുന്നത്. ഭാരതേന്ദു യുഗ് का प्राय हर निबंधकार पत्रकार फीത. ആരും കൂടിയായിരുന്നു? പത്രക്കാരും കൂടിയായിരുന്നു എല്ലാ നിബന്ധക്കാരും, കൂടുതലും നിബന്ധകാർ. इस युग के प्रमुख निबंधकारों में ആരൊക്കെയുണ്ട്? ആദ്യം തന്നെ നമുക്ക് ഭാരതേന്ദു ഹരിചന്ദ്രനെ പറയാം. ഭാരതേന്ദു ഹരിചന്ദ്, പിന്നെ രണ്ടാമത് ബാലകൃഷ്ണ ഭട്ട്, പിന്നെ പ്രതാപ് നാരായൺ മിശ്ര, രാധാചരൺ ഗോസ്വാമി, ബദ്രി നാരായൺ ചൗധരി പ്രേംഖൻ, ജഗ്മോഹൻ സിംഗ്, ലാല ശ്രീനിവാസ് ദാസ്, മോഹൻലാൽ വിഷ്ണുലാൽ പാണ്ഡെ, അംബികാ ദത്ത് വ്യാസ്, കാശിനാഥ് ഖത്രി, ഹരിമുകുന്ദ് ശർമ്മ, ഗണേഷ് ദത്ത് ശർമ്മ ആദി ഇവരെല്ലാം ഭാരതേന്ദു യുഗിലെ നിബന്ധകാരാണ്. ഭാരതേന്ദു ജി കെ നിബന്ധ മുഖ്യതഃ ഹരിചന്ദ്ര ചന്ദ്രിക മേ പ്രകാശിത് ഹുയെ. ഭാരതേന്ദുവിൻ്റെ നിബന്ധങ്ങൾ ഏതിലാണ്? ഹരിചന്ദ്ര ചന്ദ്രികയിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. जिन्हें डॉक्टर केसरी नारायण शुक्ल ने भारतेंदु के निबंध नाम से संग्रहित किया है. दिल्ली दरबार दर्पण भारतेंदु जी का ऐतिहासिक निबंध है. ईस्ट इंडिया कंपनी के शासन की समाप्ति और इंग्लैंड के शासक का शासन आरंभ करने की घोषणा के लिए लॉर्ड लिटन ने दिल्ली में एक बहुत बड़े दरबार का आयोजन किया था. उस दरबार में देशी राजा, महाराजा, नवाब, जागीरदार आदि सम्मिलित हुए थे. भारतेंदु जी ने इसका अत्यंत निष्पक्ष सजीव रोचक वर्णन किया है. दिल्ली दरबार दर्पण. उदयपुरोदय भारतेंदु जी ने मेवाड़ के इतिहास की प्रामाणिक जानकारी प्रस्तुत की है. ഉദയപുരോദയിൽ എന്താണ്? ഉദയപുരോദയിൽ മേവാട് का ഇതിഹാസമാണ്. कश्मीर कुसुम, कश्मीर कुसुम इम्पोर्टेंट ആണ്. कश्मीर कुसुमिൽ भारतेंदुവിനെ कश्मीर के हिंदू राजाओं शासनकाल की ओर ध्यान आकर्षित किया है. इसमें लेखक ने कश्मीर को पृथ्वी का स्वर्ग और कल्हण की राजतरंगिणी को कमल की संज्ञा दी है. കൽഹൻ്റെ രാജതരംഗിണിനെ എന്തെന്നാണ് പറയുന്നത്? കമൽ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. बादशाह दर्पण में भारतेंदु ने हिंदुस्तान के मुस्लिम बादशाहों का शासनकाल एवं उनके जीवन की प्रमुख बातों का उल्लेख किया है. ഇതിലാണ് बादशाह दर्पणिल. नेक्स्ट कालचक्र. कालचक्र विश्व की महत्वपूर्ण घटनाओं की अनुक्रमणिका के रूप में लिखा गया है. കാലചക്രത്തിൽ എന്താണ്? വിശ്വ की महत्वपूर्ण घटनाओं की अनुक्रमणिका. ആ ക്രമം അനുസരിച്ചാണ് എഴുതിയേക്കുന്നത്.